ഇന്നവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. LGS രണ്ടാം ഘട്ട പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഏറ്റവും പുതിയ നിയമനങ്ങളുടെ ഒരു വീഡിയോ ആണിത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണേ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്, അതായത് പ്രസിഡൻ്റാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീഷ് ധൻഖർ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ്. ലോകസഭാ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. രാജ്യസഭാ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് JP നദ്ദ. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് S ജയശങ്കർ. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അമിത് ഷാ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് കുമാർ സിംഗ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് ഗോവിന്ദ് മോഹൻ. ഇന്ത്യൻ വ്യോമസേനാ മേധാവിയാണ് അമർപ്രീത് സിംഗ്. ഇന്ത്യൻ കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ നാവികസേനാ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. ലോകസഭാ സ്പീക്കറാണ് ഓം ബിർള. രാജ്യസഭാ ഉപാധ്യക്ഷനാണ് ഹരിവംശ് നാരായൺ സിംഗ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് ആണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. ISRO ചെയർമാനാണ് S സോമനാഥ്. ഇന്ത്യയുടെ CAG ആണ് K സഞ്ജയ് മൂർത്തി. UPSC ചെയർപേഴ്സൺ ആണ് പ്രീതി സുധൻ. അറ്റോർണി ജനറലാണ് R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത. ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും അരവിന്ദ് പനഗരിയയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് വിജയ കിഷോർ രാഹത്കർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് വിജയഭാരതി സയാനി. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് പ്രിയങ്ക് കാനൂൻഗോ. ലോകസഭ സെക്രട്ടറി ജനറലാണ് ഉൽപൽ കുമാർ സിംഗ്. രാജ്യസഭ സെക്രട്ടറി ജനറലാണ് പ്രമോദ് ചന്ദ്ര മോദി. നീതി ആയോഗിൻ്റെ ചെയർമാനാണ് നരേന്ദ്രമോദി, അതായത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനാണ് സുമൻ ബെറി. നീതി ആയോഗിൻ്റെ CEO ആണ് BVR സുബ്രഹ്മണ്യം. കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരളത്തിലെ സ്പീക്കറാണ് AN ഷംസീർ. ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. പ്രോടേം സ്പീക്കറാണ് PTA റഹീം.
കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുകർ ജാംദാർ. കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ VK രാമചന്ദ്രൻ. ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് പ്രണബ് ജ്യോതിനാഥ്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് A. ഷാജഹാൻ. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് V. ഹരിനായർ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനാണ് MR ബൈജു. കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് AA റഷീദ്. സംസ്ഥാന യുവജനക്ഷേമ കമ്മീഷൻ അധ്യക്ഷയാണ് M ഷാജർ. കേരളത്തിലെ ലോകായുക്തയായി നിയമിക്കപ്പെട്ടിട്ടുള്ളത് N അനിൽകുമാറിനെയാണ്. കേരള സാഹിത്യ അക്കാദമി ചെയർമാനാണ് K സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി വൈസ് ചെയർമാനാണ് അശോകൻ ചരുവിൽ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനാണ് OS ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാനാണ് മുരളി ചീരോത്ത്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.